ഹലോ പറ. ഹലോ. നിങ്ങളുടെ മുട്ടക്കുട്ടനെ കണ്ടോ? ഡ്രിണ്ട് മുട്ട കേട്ടോ. ട്രിം ചെയ്ത് ഞങ്ങൾ കേട്ടാ. സൂപ്പർ ഗേളായി. എവിടെ പോവാ? നമ്മൾ പഞ്ചാബിൽ പോവാ. പോവാണ്. അമ്മയ്ക്ക് പനിയല്ലേ? അമ്മയ്ക്ക് കോൾഡാ. അമ്മയ്ക്ക് വയ്യ. അമ്മയ്ക്ക് അങ്ങനെയല്ല. അപ്പോൾ നമ്മളിന്ന് എവിടെ പോവാ? ചണ്ഡീഗഡ് പോവാണ്. അപ്പോൾ നമ്മൾ പോകാനാണ്. നാളെ രാവിലെയാണ് നമ്മൾ പോണേ. പക്ഷെ നമ്മൾ ഇന്ന് എവിടെ പോകും? ന്യൂഡൽഹി പോയിട്ട് സ്റ്റേ ചെയ്യും. സെറ്റ് പറ. സെറ്റ് കൊടു. അയ്യോ, നല്ല ജലദോഷം വെച്ചിട്ടാണ് പോകുന്നത്. ശ്വാസം മുട്ടുണ്ട്. എന്നാലും പോയാലേ പറ്റും. അപ്പോൾ നാളെ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. തികച്ചും ഒഫീഷ്യലായിട്ടുള്ള യാത്രയാണ്. പക്ഷേ നമ്മൾ 3 പേരും കൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പിറ്റേ 29th നമുക്ക് ട്രെയിനിങ്ങിൽ. നമ്മൾ 28th നൈറ്റാണ് ഇവിടുന്ന് പോകുന്നത്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ വന്ദേ ഭാരതിലാണ് പോകാൻ പോകുന്നത്. കാരണം ഇവിടുന്ന് നമ്മൾ എത്ര ഇറങ്ങിയാലും ചിലപ്പോൾ ക്യാബ് കിട്ടാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ നിയർ ബൈ സ്റ്റേ ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ട്രെയിനിൽ പോകുന്നു എന്നൊരു പ്ലാനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പഞ്ചഗുള എന്ന് പറയുന്ന ആർമി ഹോസ്പിറ്റലിലേക്ക്, ചണ്ഡീഗഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തലേന്ന് നമ്മൾ പോകാൻ ബുക്ക് ചെയ്ത ഓട്ടോറിക്ഷ ഒരു പഞ്ചാബി അങ്കിളുടേതായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ നമ്മൾ പോകുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ സംസാരിച്ചു. അവിടെ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ സ്ഥലമാണ്. പുള്ളി കുറേ വർഷമായിട്ട് ഇവിടെ തന്നെയാണ് ഉള്ളത്. ഡൽഹിയിലാണ് സ്റ്റേ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇവിടെ ട്രാൻസ്പോർട്ട് വർക്ക് ചെയ്യാണ്. ഓട്ടോറിക്ഷയിൽ ടെമ്പററി ആയിട്ട് ഓടുകയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വണ്ടിയിൽ ഒരു ഗ്ലാസ് പൊട്ടി കയറിയിട്ട് ടയർ പഞ്ചറായി. പിന്നെ ടയർ പഞ്ചറായ റോഡിൽ കിടന്നിട്ട് നമ്മൾ പിന്നെ റെഡിയാക്കിയിട്ടാണ് പോയത് കേട്ടോ. ഈ അവസ്ഥ ഏർലി മോർണിംഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ പോകുന്നത്. പോകുന്ന വഴിയിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഇതുപോലെ കുറച്ച് വണ്ടികളുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇന്നും പോകുന്ന വഴിയാണെങ്കിൽ കൂടിയും ഈ ഡൽഹിക്കാണ്ട് ഏരിയ രാത്രി ഇത്ര മനോഹരമായിരുന്നു എന്ന് മനസ്സിലാക്കിയത് ഇന്നാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ആർമി ഏരിയ കേട്ടോ. കൂടുതലും ആർമി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം ഈ ഭാഗത്തേക്ക് വരാം. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ലൈറ്റിംഗ് ഒക്കെ തന്നെ നമ്മുടെ ഫ്ലാഗിൻ്റെ നിറം വെച്ചിട്ടാണ് കേട്ടോ. പക്ഷേ എനിക്ക് അത്രയൊന്നും ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാലും എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്നത് പിറ്റേ ദിവസം നമ്മൾ രാവിലെ എഴുന്നേച്ചിട്ട് ഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാൻ പ്ലാൻ ഇട്ടെങ്കിൽ നിങ്ങൾ നല്ല നേരത്തെ വരണം കേട്ടോ. അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു പ്ലാറ്റ്ഫോമിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ട്രെയിൻ കിട്ടാനുള്ള നല്ല ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ റെഡിയായി നേരത്തെയാണ് വന്നത്. പിന്നെ ഇതാ ഇവർ രണ്ടുപേരും നല്ല ഹാപ്പിയാണ്. രണ്ടുപേരും കൂടെ അവിടെ ഡാൻസൊക്കെ ആയിരുന്നു. വിൻ്റർ ടൈമിൽ ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് പരസ്പരം ആരെ കാണാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തിനും അവിടെ നിൽക്കാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും പുകയായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല ഉറക്കപ്പിച്ചിലാണ് കേട്ടോ. നല്ല ഉറക്കം വരുന്നുണ്ട്. എന്നാലും നമുക്ക് ഒരുപാട് എങ്ങനെ നിന്നാലും നമ്മൾ താമസിക്കുമല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഇറങ്ങി. ഈ നീളത്തിൽ കിടക്കുന്ന പ്ലാറ്റ്ഫോമും മൊത്തം നമ്മൾ ലാസ്റ്റ് വരെ നടക്കേണ്ടി വന്നു. C6 ആയിരുന്നു നമുക്ക് കിട്ടിയത്. പിന്നെ നമ്മൾ നമുക്കിത് ഞങ്ങൾ വന്ദേ ഭാരതിലും ഫസ്റ്റ് യാത്രയാണ്. ഞങ്ങള് കുഞ്ഞു പറഞ്ഞ് ഇവിടെ വെച്ച് മേശപ്പുറത്ത് വെച്ച് കുഞ്ഞ് കഴിക്കും, പാപ്പ് കഴിക്കും അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുമ്പോൾ കുഞ്ഞ് ഇല്ല, ഇത് കോമഡി അല്ലേ, എനിക്ക് മാത്രം ചായ ഉള്ളൂ, നിങ്ങൾക്കാർക്ക് ചായ നോക്കിയത്. പിന്നെ ഫ്രൂട്ട് മാപ്പ് നോക്കണം കേട്ടോ. Happy birthday to you, happy birthday to you, happy birthday dear Samrita, happy birthday to you. നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ ഒരാൾക്ക് മാത്രമേ ഫുഡ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഫുഡെല്ലാം ആദ്യം നിന്ന് വാങ്ങി കഴിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഏർലി മോർണിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റേതായ രീതിയിലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ ഇറങ്ങി അവിടെ നിന്ന് ക്യാബ് പിടിച്ചു. റെയിൽവേ സ്റ്റേഷനകത്തേക്ക് ക്യാബ് വരില്ല. ക്യാബ് നമ്മൾ പുറത്ത് നടന്ന് ചെന്നിട്ട് വേണം പിടിക്കാനായിട്ട്. നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് പോണത്. അവിടെ നമ്മളൊരു 15 മിനിറ്റ് മതി കേട്ടോ നമ്മൾ ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്താനായിട്ട്. അത്യാവശ്യം മനോഹരമായിട്ട് നല്ല ട്രീ ഒക്കെ ഉണ്ട്, നല്ല അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഭയങ്കര റഷുള്ള സ്ഥലമൊന്നും തോന്നുന്നില്ല. ഡൽഹിയിൽ തിരക്ക് കണ്ടിട്ട് ഇവിടെ കാണുമ്പോൾ ഭയങ്കര പീസ്ഫുള്ളായിട്ടാണ് തോന്നിയത് കേട്ടോ. I think everything we need is right.
but there's not a cloud in your blue eyes. If we need a drink, I'll be the bartender. I got a fifth of Patron and a blender, baby, slipping on a swing. അങ്ങനെ നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവർ രണ്ടുപേരും അവിടെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം തിരിച്ചിറങ്ങി. അങ്ങനെ പിന്നെ നേരത്തെ ഇറങ്ങിയില്ലെങ്കിൽ തിരിച്ച് റിട്ടേൺ ട്രെയിൻ ലേറ്റ് ആവും. നമുക്ക് തിരിച്ച് ജനശതാബ്ദിയാണ് കിട്ടിയത്. അങ്ങനെ ജസ്റ്റ് നമ്മൾ വണ്ടിയിലിരുന്ന് പഞ്ചകുളമൊക്കെ ഒന്ന് വാച്ച് ചെയ്തു. അങ്ങനെ ഫൈനലി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. ട്രെയിൻ വന്നു, നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു. ഓൾമോസ്റ്റ് നമ്മൾ ഫൈനലി ഒരു 6 o'clock ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ഇവിടെ ഡൽഹിയിൽ അത്രയും ചൂടില്ലെങ്കിൽ ഇവിടെ നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് ഇനി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കാണാം കേട്ടോ. പിന്നെ കാണാം. ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.